കൊടകര സർക്കാർ LP സ്കൂളിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കഴിഞ്ഞ ദിവസം രാത്രി അതിക്രമിച്ചു കടന്ന സാമൂഹിക വിരുദ്ധർ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പാചകപ്പുരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2 ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിക്കുകയും സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറാക്കുകയും ചെയ്തു. കുട്ടികൾ കൈ കഴുകുന്ന വാട്ടർ ടാപ്പുകളിലും പാചകപ്പുരയിലും പരിസരത്തും മുളകുപൊടി വിതറിയ നിലയിലാണ്. ബുധനാഴ്ച രാവിലെ സ്കൂളിലെത്തിയ പാചകക്കാരിയാണ് സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറായ നിലയിൽ ആദ്യം കണ്ടത്. സ്കൂൾ ബസിന്റെ 3 ടയറുകളാണ് പഞ്ചറാക്കിയ നിലയിൽ കണ്ടത്. പിന്നീടാണ് സ്കൂൾ പാചകപ്പുരയുടെ മുന്നിൽ മുളകുപൊടി വിതറിയ നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും കൊടകര പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തു. പാചകപ്പുര തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടതായി കണ്ടത്. മോഷ്ടിക്കപ്പെട്ട സിലിണ്ടറുകളിലൊന്ന് കാലിയാണ്. രണ്ടാമത്തേത് ചൊവ്വാഴ്ച വിതരണക്കാർ എത്തിച്ചതാണ്. രാവിലെ വിദ്യാലയത്തിൽ തുറക്കാനായിട്ട് വന്ന PTCM അതുപോലെ കുക്ക് ഇവിടെ എത്തിയപ്പോഴാണ് കിച്ചണിന്റെ ഡോറിൽ നിറയെ മുളക് പൊടി തൂളിയിരിക്കുന്നു. അതുപോലെ വരാന്തയില്, വാഷ് ഏരിയയില്, അതുപോലെ സ്കൂൾ ബസിന്റെ ഒരു 3 ടയർ കാറ്റഴിച്ചു വിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തു. കിച്ചണിന്റെ താഴ് തുറന്നിട്ടില്ല. ഈ മുളക് പൊടി എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, കിച്ചണിലെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോ 2 സിലിണ്ടറുകളും കാണുന്നില്ല. തുടർന്ന് കൊടകര സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. CIP കെ ദാസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാചകപ്പുരയുടെ പരിസരത്ത് നിന്ന് ഓടിയ പോലീസ് നായ തൊട്ടടുത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലൂടെയും സർക്കാർ ബോയ്സ് ഹൈസ്കൂളിലൂടെയും കടന്ന് പുറകുവശത്തുള്ള സ്റ്റേഡിയത്തിലാണ് ചെന്ന് നിന്നത്. പോലീസ് നായ മണം പിടിക്കാതിരിക്കാനാണ് പാചകപ്പുരയിലും പരിസരത്തും മുളകുപൊടി വിതറിയതെന്ന് സംശയിക്കുന്നു. സംഭവത്തിന് പിന്നിൽ ഒന്നിലേറെ ആളുകൾ ഉള്ളതായി സംശയിക്കുന്നുണ്ട്. സംഭവത്തിന് പിറകിൽ മോഷണമാണോ മറ്റു വല്ല ഉദ്ദേശവുമാണോ എന്നതും പോലീസ് അന്വേഷിക്കുന്നു. പാചകപ്പുരയുടെ താക്കോൽ സാമൂഹിക വിരുദ്ധർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ച ശേഷം പാചകപ്പുര താഴിട്ടു പൂട്ടിയ നിലയിലായിരുന്നു. സ്കൂളിന്റെ മുൻവശത്തും വലതുവശത്തുമുള്ള ഗേറ്റുകൾ പൂട്ടിയിട്ടിരുന്നതിനാൽ പുറകുവശത്തുകൂടിയാകാം സാമൂഹിക വിരുദ്ധർ എത്തിയതെന്നാണ് കരുതുന്നത്. സമീപത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. TCV ന്യൂസ്, കൊടകര.